ഇപ്പോ വിദ്യ നമ്മൾ കുട്ടിക്കാലം പോലെ കേട്ട് പഴകിയിട്ടുള്ള ഒരു നിർവചനം എൻ്റെ മനസ്സിൽ വരികയാണ്. വിദ്യാധനം സർവധന പ്രധാനം. എല്ലാ ധനത്തെക്കാൾ പ്രധാനമായിട്ടുള്ള സർവപ്രധാനമായിട്ടിരിക്കുന്നത് വിദ്യാധനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അന്ന് നമ്മുടെ ഗുരുക്കന്മാർ, സ്കൂളിലെ അധ്യാപകർ തന്നെ, ഗുരു തുല്യന്മാരായ അധ്യാപകർ തന്നെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അതിനെയാണ് നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും അത് നിൽക്കുന്നത്. വിദ്യാധനം സർവധന പ്രധാനം എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഗുരുക്കന്മാർ പറഞ്ഞത്? അന്ന് മനസ്സിലായെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായപ്പോൾ എത്ര അർത്ഥസമ്പുഷ്ടമായ വാക്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ധനം എന്ന് വെച്ചാൽ ധന്യത ഉളവാക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിനും നമുക്ക് ധന്യത ഉണ്ടാക്കുന്നതാണ് ധനം. അപ്പോൾ മറ്റെല്ലാ ധനത്തേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ധന്യത എന്നുള്ള ആ ഒരു അനുഭൂതി നമുക്ക് ഉളവാക്കുന്നത് ആണ് വിദ്യ. അപ്പൊ വിദ്യക്ക് ഈ ധന്യത നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിദ്യ എന്നുള്ള നിർവചനത്തിൽ പെടുന്നില്ല. ഇപ്പൊ നാരായണ ഗുരു ഈശാവാസ്യ ഉപനിഷത്ത് തർജ്ജമ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ശ്ലോകത്തില് വിദ്യ അവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്ത് വിദ്യയാൽ അമൃതാകുന്നു. അപ്പൊ എല്ലാം നമ്മുടെ മൃത്യു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇരുണ്ട വശങ്ങളും, ദുഃഖ ദുരിത മുതല ദാരിദ്ര്യം മുതലായ വശങ്ങളെല്ലാം തന്നെ ഗുരുവിന്റെ തന്നെ ഭാഷയിൽ തന്നെ ഈ മൃത്യു, മരണം ഉൾപ്പെടെയുള്ള രോഗം, മരണം, ദാരിദ്ര്യം, കഷ്ടപ്പാട്, ഇതെല്ലാം ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗത്തെയാണ് മൃത്യുവായിട്ട് പറയുന്നത്. ഇപ്പൊ അത് അവിദ്യ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്, അങ്ങനെയുള്ളൊരു മൃത്യു സംഭവം. പിന്നെ വിദ്യ കൊണ്ടാണ് അമൃതത്വം. അമൃതത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശവത്തായിട്ടുള്ള എല്ലാ തലങ്ങളെയും അമൃതത്തിന്റെ തലയിൽ വരും. നമ്മുടെ നിത്യത, സുഖം, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റ് ഏതെല്ലാം തലങ്ങളിൽ നമുക്ക് പ്രകാശവത്തായി നമ്മുടെ ജീവിതത്തിന് ധന്യത നൽകുന്ന, സന്തോഷം നൽകുന്ന, സുഖം നൽകുന്ന മറ്റ് എല്ലാ തലങ്ങളും നമുക്ക് മരണത്തെ മറികടക്കുന്ന നിത്യതയുടെ തലങ്ങൾ എല്ലാത്തിനും ചേർത്ത് വെച്ചിട്ടാണ് പ്രകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈശാവാസ്യ ഉപനിഷത്തിന്റെ മറ്റൊരു തലത്തില് മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാൽ അത് ആവൃതം, മോഹമാർന്ന് ആത്മഹന്താക്കൾ പോകുന്നു മൃതരായത്. അപ്പൊ ഇതിന് ഈ കാരണം എന്തുകൊണ്ടാണ് ഈ ഇരുട്ടിലേക്ക് പോകുന്നത്, അതിനുള്ള കാരണവും ആ ഉപനിഷത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? മോഹമാർന്ന ആത്മഹന്താക്കൾ പോകുന്നു മൃതരായത്. അവിടെ മൃത്യുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അധികാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കാരണമായിട്ടുള്ള മോഹത്തെ കുറിച്ചുണ്ട്. അപ്പൊ ആ കൂരിട്ടിൽ പോകുന്നതിനുള്ള ഒരു കാരണമായിട്ട് ഇരിക്കുന്നത് മോഹമാണ്. ഈ മോഹത്തിന്റെ ഫലമായിട്ടാണ്, മോഹം എന്ന് വെച്ചാൽ നമ്മൾ സത്യമായിട്ട് ഒരു സാധാരണ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ഒരു വസ്തുവിനെ കുറിച്ചിട്ട് ശരിയായ ധാരണയില്ലാതെ തെറ്റായി ധരിക്കുന്ന ഒന്നിനെയാണ് മോഹം ധരിച്ചാൽ മതി. അപ്പൊ തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണയാണ് മോഹമായിട്ട് പറയുന്നത്. ആ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രകാശവത്തായ തലങ്ങളെ നഷ്ടപ്പെടുത്തി നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശ തലങ്ങളെല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിന് ഇരുട്ടിലും മൃത്യുവിലും എല്ലാം ആ അന്ധകാരത്തിൽ നമ്മൾ ആഴ്ത്തുന്നത്. അപ്പോൾ ആ മോഹം മാറണം. ആ മോഹം മാറണമെങ്കിൽ ആ മോഹത്തെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. അപ്പൊ ആ ധാരണയ്ക്കാണ് വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം. അതാണ് വിദ്യാഭ്യാസം. ഈ മോഹത്തെ മാറ്റി നമ്മുടെ ശരിയായിട്ടുള്ള ആ പ്രകാശത്തിലേക്ക്, ആ സത്യജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് വിദ്യാഭ്യാസം. ഇപ്പൊ നാരായണഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാല് ഇഹപര സൗഖ്യം
തരുന്നതിന് ഉപയുക്തമായിരിക്കണം വിദ്യ. ഇപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഭാഷയില് നമുക്ക് ഇഹപര സൗഖ്യം തരത്തക്ക ആ ഗുണമുണ്ടായിരുന്നു. ഇന്നിപ്പോ ഇപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആ കാലഘട്ടം മുതൽ, ആദ്യകാലം മുതൽ നമ്മൾ അറിയപ്പെടുന്ന കാലഘട്ടം ഉപനിഷത്ത് കാലഘട്ടം മുതൽ ഭാരതത്തിലായിരുന്നാലും മറ്റ് മാസഡോണിയൻ ട്രഡീഷനിലായിരുന്നാലും സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലോട്ടിനസ് ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിലായിരുന്നാലും നമ്മുടെ ഋഷീശ്വരന്മാരുടെ കാലഘട്ടത്തിലായിരുന്നാലും ഇതിനെ പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് അന്ന് ഒരു ഗുരുകുല സമ്പ്രദായങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഈ ഒരു അന്വേഷണത്തിന് വേണ്ടി ആ ജ്ഞാനം നേടിയ ഒരു ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആ ഗുരുവിനോടൊത്ത് താമസിച്ച് ആ ഗുരുവിൽ നിന്ന് ഈ സത്യധാരണയിലേക്ക് നമ്മളെ നയിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ നയിക്കത്തക്ക രീതിയിൽ ഒരു വിദ്യാഭ്യാസ ക്രമം അന്നുണ്ടായിരുന്നു. അവർക്ക് അപ്പൊ അടിസ്ഥാനപരമായിട്ട് എല്ലാ വിദ്യകൾക്കും അടിസ്ഥാനമായിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ശരിയായ രീതിയിൽ സുനിശ്ചിതത്വത്തോടു കൂടിയിട്ട് ഈ ജീവിത മേഖലകളെ, ആ ജീവിത മേഖലകളിൽ നമ്മൾ സംബന്ധപ്പെടുന്ന എല്ലാ തലങ്ങളെയും അതിനെല്ലാം സൗഷ്ഠപ്പെടുത്തിക്കൊണ്ടും അതിനെല്ലാം നമ്മൾ അടിമപ്പെടാതെ അതിൻ്റെ യജമാനന്മാരായിക്കൊണ്ട് അതിനെല്ലാം ഉപയോഗിച്ച് വ്യക്തിപരമായിട്ടും സമൂഹത്തിലും ഒരു ശാന്തിയും ക്രമവും സമൃദ്ധിയും പുരോഗതിയും സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് ആ ഗുരുക്കന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ശിഷ്യന്മാർ അഭ്യസിക്കുന്നത്.